അൻവർ, എന്നെ മാത്രം തനിച്ചാക്കിയിട്ട് നീ ഇവിടെ സമാധാനമായി ഉറങ്ങുകയാണല്ലേ? നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക്. ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ചു വളർന്നു, ഒന്നായി ജീവിച്ചു. നമ്മളെ രണ്ടുപേരെയും കണ്ട് എല്ലാവരും സന്തോഷിച്ചു. സമാധാനം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ആന്റണി എന്ന അയോഗ്യൻ കടന്നു വന്നു. ആയിരക്കണക്കിന് പാവങ്ങൾ ജീവിച്ച നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. അതിനാരും തയ്യാറായില്ല. അതുകൊണ്ട് ആന്റണി അവിടെയുള്ളവർ പീഡിപ്പിക്കാൻ തുടങ്ങി. എടുക്കാൻ വയ്യാതെ നീ എതിർക്കാൻ ശ്രമിച്ചു. ഞാൻ നിന്റെ സമാധാനം നോക്കി. നിയമം കൊണ്ട് ഒത്തുതീർക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിനക്കത് വിശ്വാസമായില്ല. നിന്റെ വാക്കനുസരിക്കാതെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. അത് വായിച്ചു പോലും നോക്കാതെ വലിച്ചു കയറി എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. മന്ത്രിക്ക് ഞാൻ അപേക്ഷ കൊടുത്തു. എന്താ ഏതാണെന്ന് പോലും ചോദിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അവരെല്ലാം ആന്റണിയുടെ ആൾക്കാർ, അവന്റെ രാജ്യം. അവസാനം ആന്റണി ഒരു ദിവസം എന്റെ സ്ഥലത്തെത്തി. എല്ലാവരും ഉടനെ ഈ സ്ഥലം വിട്ടു പോയില്ലെങ്കിൽ ചുട്ടു തള്ളുമെന്ന് പറഞ്ഞു. എല്ലാവരും ഭയന്നു 4 ഭാഗത്തേക്കും ചിതറിയോടി. രണ്ടും കൽപ്പിച്ച് നമ്മൾ മാത്രം അവിടെ വെച്ച് നമ്മുടെ കഥ കഴിയേണ്ടതായിരുന്നു. എൻ്റെ അച്ഛൻ അയാളുടെ കാൽക്കൽ വീണതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടു. ആന്റണി വരുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ജനങ്ങളെല്ലാം ധൈര്യമായിട്ട് നിന്നതാ. അവൻ തോക്കെടുത്തപ്പോൾ എല്ലാം പേടിച്ചോടിപ്പോയി. എന്തുകൊണ്ട് ഓടിപ്പോയിക്കൂടാ? നിയമവും പോലീസും ആൾബലവും പണബലവും രാഷ്ട്രീയ ബലവും എല്ലാം അവന്റെ കയ്യിലല്ലേ? നമുക്ക് ആന്റണിയെ തകർക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത് വഴി? അവന്റെ പാതയിലൂടെ പോയി അവനെ നശിപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആന്റണിയെ പോലെ അയോഗ്യനാകണമെന്നാണോ? ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്നും പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്നവരെ ഒരിക്കലും ജനങ്ങൾ ദുഷ്ടന്മാരായി കാണില്ല. എങ്ങനെ പോരാടണം എന്നുള്ളതല്ല പ്രധാനം. എന്തിനു വേണ്ടി പോരാടണം, ആർക്ക് വേണ്ടി പോരാടണം എന്നതാണ് പ്രധാനം. ഈ പോരാട്ടത്തിൽ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ അൻവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ചെറുപ്പം മുതൽ ഒന്നിച്ചു വളർന്നു, ഒന്നിച്ച് ജീവിച്ചു. ചത്താലും ഒന്നായി ചാവണം. ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്ക് നിന്ന് പോരാടണം. ഒരുപക്ഷെ ഈ അൻവർ ഭാഷ നിന്റെ കൂടെ ഇല്ലെങ്കിൽ ആ കാരുണ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഈ ഭാഷയും എൻ്റെ കൂടെ ഉണ്ടാവും, ആ ദൈവവും എൻ്റെ കൂടെ ഉണ്ടാവും. നാട്ടിലുള്ളവരെല്ലാം പേടിച്ചോടുക. ഇവന്മാർ രണ്ടുപേരും നെഞ്ചു പിരിച്ച് നിൽക്കുക, വലിയ വീരന്മാരെന്ന ഭാവത്തിൽ. അവിടെ വെച്ച് തന്നെ രണ്ടിനെയും തീർത്താന് എന്റെ മോനാന്നറിഞ്ഞോണ്ടാ ഇവനെ വെറുതെ വിട്ടത്. അപ്പൊ അൻവർ അത്രേ ഉള്ളൂ. അൻവർ, അൻവർ! أشهد أن لا إله إلا
किसने मारा इसे? मैंने मारा। ഞാൻ തന്നെയാ കൊന്നത്. മാണിക് നഹി, ബാദ്ഷാ, മാണിക് ബാദ്ഷാ.